ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യ വിടുന്നത് ഒരു നേട്ടമായിട്ട് കരുതുന്നവരാണ് ഇന്ത്യക്കാർ. അതെന്തെങ്കിലും ആകട്ടെ, കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് കാനഡയിൽ പഠിക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ചൈനയിൽ നിന്നും ഒരുപാട് പേര് കാനഡയിൽ പഠിക്കാൻ പോകുന്നുണ്ട്. എന്നാൽ പഠനത്തിന് ശേഷം അവർ ചൈനയിലേക്ക് തന്നെ മടങ്ങും. കാരണം അവരവിടെ പഠിക്കാൻ ചെന്നത് കാനഡയിൽ പോകാൻ വേണ്ടിയിട്ടല്ല, വളരെ നല്ലൊരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു കോഴ്സ് ചൈനയിൽ ഉള്ളതിനേക്കാളും മെച്ചമായിട്ട് കാനഡയിൽ ഉണ്ടെന്ന് തോന്നിയിട്ടാണ് അവരവിടെ പഠിക്കാൻ പോകുന്നതും പിന്നീട് തിരിച്ചു ചെല്ലുന്നതും. കാനഡയിൽ ഇന്ത്യക്കാരെക്കാളും അധികമായിട്ട് ചൈനക്കാരുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. എന്നാൽ അവരെല്ലാം അവരുടെ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യക്കാരെല്ലാം കാനഡയിൽ പഠിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ്? അവിടുത്തെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിലേക്കല്ല നമ്മൾ പഠിക്കാൻ ചെല്ലുന്നത്. നമുക്ക് പഠനം ഒരു റീസൺ മാത്രമാണ്. എങ്ങനെയെങ്കിലും കാനഡയിൽ എത്തുക എന്നുള്ളത് മാത്രമാണ് ഇവിടെയുള്ളവരുടെ ഉദ്ദേശം. അവിടെ ചെന്ന് അത് പഠിച്ച് അവിടെ എങ്ങനെയെങ്കിലും കൂടുക, സെറ്റിൽഡ് ആവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മികച്ച യൂണിവേഴ്സിറ്റികളിലൊന്നും ഇന്ത്യക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ അങ്ങനെ പോകുന്നവർ വളരെ കുറവാണ് എന്ന് കാണാം. എന്തുകൊണ്ടായിരിക്കും ചൈനക്കാർ പഠനത്തിന് ശേഷം അവരുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ കാനഡയിൽ ജനിച്ചു വളർന്നവർ പോലും തൊട്ടടുത്തുള്ള അമേരിക്കയിലേക്ക് എങ്ങനെയെങ്കിലും മാറാനൊക്കെ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം എന്താണ്? കാനഡയിലെ ജീവിത ചെലവ് വളരെ അധികമാണ്, താങ്ങാൻ കഴിയാത്തതാണ് എന്ന് തന്നെ പറയാം. അവിടെ ഉള്ളവർക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അങ്ങോട്ട് കുടിയേറി പോകുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു ഉദാഹരണം പറയാം. കാനഡയിലെ വളരെ പേരുകേട്ട പ്രശസ്തമായൊരു മികച്ച യൂണിവേഴ്സിറ്റിയാണ് UBC യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ. ബ്രിട്ടീഷ് കൊളംബിയയിലെ വാൻകൂവറിലാണ് ഈ യൂണിവേഴ്സിറ്റി. അവിടെ പഠിക്കാൻ വന്ന ഒരു ചൈനക്കാരൻ, ഒരു ഹോങ്കോങ്ങുകാരനാണ് ടിം ചെൻ. ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈലൊക്കെ ലിങ്ക്ഡിനിൽ കിടപ്പുണ്ട്. വാടക ലാഭിക്കാൻ വേണ്ടി ഇദ്ദേഹം ചെയ്ത ഒരു കാര്യം ഇപ്പോൾ വളരെ പ്രശസ്തമാണ്. അല്ലെങ്കിൽ കാനഡയിലെ റെന്റ് എന്ന് പറയുന്നത് ഇത്ര വലുതാണെന്ന് മനസ്സിലാക്കാനായിട്ട് പലരും ഈ ടിം ചെന്നിൻ്റെ ഉദാഹരണം പറയുന്നുണ്ട്. വാൻകൂവറിൽ നിന്നും അതിന് തൊട്ടടുത്തുള്ള സ്റ്റേറ്റ് ആയിട്ടുള്ള ആൽബർട്ടയിലെ കാൽഗറി എന്ന് പറയുന്ന ഒരു സിറ്റിയിലേക്ക് ഇദ്ദേഹം ആഴ്ചയിൽ പോയി വരികയാണ് വിമാനത്തിൽ. കാരണം വാൻകൂവറിൽ തന്നെ നിന്ന് പഠിക്കുകയാണെങ്കിൽ വാടകയ്ക്ക് താമസിക്കണം. ഏറ്റവും കുറഞ്ഞ ഒരു കുടിസുമുറി എടുക്കുകയാണെങ്കിൽ, അതായത് ഒരു ബെഡ്റൂം മാത്രമുള്ള ഒരു വീട് അല്ലെങ്കിൽ ഒരു കെട്ടിടം എടുക്കുകയാണെങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞത് $2500 കൊടുക്കേണ്ടി വരും. ഇതിൻ്റെ പകുതി ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് വിമാനത്തിന് പോയി വരാം. എന്നാൽ അത് എന്തുകൊണ്ടാണ്? ഈ കാൽഗറിയിൽ ഇദ്ദേഹത്തിൻ്റെ പേരൻസ് ഒക്കെ താമസിക്കുന്ന, അതായത് റെന്റ് കൊടുത്തുകൊണ്ട് തന്നെ താമസിക്കുന്ന ഒരു വീടുണ്ട്. അവിടെ പോയി നിന്നാലേ റെന്റ് ലാഭിക്കാം എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ വിമാനത്തിന് പോയി വരുന്നതാണ് ഒരൊറ്റ ബെഡ്റൂമുള്ള ഒരു വാടക കെട്ടിടത്തിൽ താമസിക്കുന്നതിനേക്കാളും ലാഭം എന്ന് വരികയാണെങ്കിൽ അവിടുത്തെ ജീവിത ചെലവുകൾ, റെന്റ് എന്ന് പറയുന്നത് എത്ര ഭയങ്കരമാണെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഇദ്ദേഹത്തിൻ്റെ പഠനം തീരാറായി. ആഴ്ചയിൽ 2 ദിവസം മാത്രമേ ക്ലാസ് ഉള്ളൂ. ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കൊച്ചിയിലാണ് ജീവിക്കുന്നത്, ഹൈദരാബാദിലാണ് പഠിക്കുന്നത്. എന്നാൽ ഹൈദരാബാദിൽ പോയി നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ വാടക നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് എല്ലാ ആഴ്ചയും നിങ്ങൾ ഹൈദരാബാദിൽ നിന്ന് കൊച്ചിയിലേക്ക് വിമാനത്തിന് പോയി വന്നുകൊണ്ടിരുന്നാൽ എങ്ങനെയുണ്ടാകും? ഇതുപോലെ തന്നെയാണ്. അപ്പോൾ കാനഡയിൽ തന്നെ ഫാമിലി ആയിട്ട് താമസിക്കുന്ന, ഓൾറെഡി റെൻ്റൊക്കെ കൊടുത്ത് താമസിക്കുന്ന ഒരു വീട്ടിലെ പയ്യന് അവിടെ കാര്യമുള്ള ഒരു കോഴ്സ് പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരാൾക്ക് ഈ റെൻ്റ് മുതലാകുന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് പഠിക്കാൻ പോകുന്ന, അതായത് ഒരു കാര്യവുമില്ലാത്ത കോഴ്സുകളൊക്കെ പഠിക്കാൻ പോകുന്നവരാണ് കൂടുതലും, എങ്ങനെയെങ്കിലും അവിടെ ചെല്ലുക എന്നുള്ള ഉദ്ദേശത്തിൽ. ഇവിടെ നിന്ന് വലിയ ബാങ്കറ്റ് ഹോളുകളിലൊക്കെ ആയിരക്കണക്കിന് ആളുകളെ പിടിച്ചിരുത്തിയിട്ട് നിങ്ങളിതാ സ്വപ്ന രാജ്യത്തേക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് വല്ലാത്തൊരു പ്രതീതിയും ഒക്കെ കയറ്റി അവർ നിങ്ങളെ കയറ്റി വിടും, ഇവിടെയുള്ള പല ഏജൻസികളും. എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് അവിടെ ചെന്നിട്ടായിരിക്കും പലരും മനസ്സിലാക്കുക. വിസയുടെ കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ 100 കൂട്ടം നൂലാമാലകൾക്ക് പുറകെ എത്രയോ നാളുകൾ പലരും ഓടി നടക്കുന്നു. എന്നാൽ അതിനൊക്കെ മുൻപ് അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്, ജീവിത ചെലവുകൾ എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ ഇന്ന് എല്ലാ സാങ്കേതിക വിദ്യകളും ഒരു വിരൽത്തുമ്പിലുണ്ട്. അത് പഠിക്കാനായിട്ട് ആരും തയ്യാറല്ല. അനുഭവം കൊണ്ട് മാത്രമേ ഞങ്ങൾ പഠിക്കൂ എന്ന് തീരുമാനിച്ച് പലരും പോകുന്നതുകൊണ്ടാണ് ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം അവിടെ നിന്ന് പലരുടെ നിലവിളികൾ കേൾക്കുന്നത്. ഇവിടെ വന്നത് മണ്ടത്തരമായി പോയി, ഞങ്ങൾ മാറുകയാണ്, ഇവിടുത്തെ ചിലവ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കാനഡ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അയർലൻഡ് പോലെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ലോകത്തിലെ ഏറ്റവും ജീവിത ചെലവ് കുറഞ്ഞ ഒരു രാജ്യത്ത് നിന്നാണ് ലോകത്തിലെ ഏറ്റവും ജീവിത ചെലവ് കൂടിയ ഒരു രാജ്യത്തേക്ക് നിങ്ങൾ പോകുന്നത്. രാത്രിയും പകലും പോലെയുള്ള വ്യത്യാസമുണ്ടാകും. കാനഡയിൽ തന്നെ അവിടെ ജനിച്ചു വളർന്ന പലരും പോലും റെന്റ് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവിടെ യാത്രകൾക്കൊക്കെ പോകുന്ന അല്ലെങ്കിൽ ഒന്ന് താമസിക്കാനൊക്കെ കഴിയുന്ന രീതിയിലുള്ള വാഹനങ്ങളൊക്കെ ഉണ്ട്. അതിൽ സ്ഥിരമായി താമസിക്കുന്ന ഒരുപാട് പേര് അല്ലെങ്കിൽ തെരുവുകളിൽ കിടന്നുറങ്ങുന്നവരെയൊക്കെ കാനഡയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വെറുതെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി.
നമ്മൾ ഈ പുറം പകിട്ടുകൾ മാത്രമേ കാണുകയുള്ളൂ. അവിടെ ചെന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ളതല്ല, അവിടെ ചെന്ന് പെടാൻ പോകുന്ന ഒരു കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായിരിക്കും. പലരും അത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് സ്വർഗമാണെന്ന് കരുതിയിട്ടാണ് കയറിപ്പോകുന്നത്. നിങ്ങൾ അവിടെ ഒരു സാധാരണ ജോലിയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ പരമാവധി $3500 അല്ലെങ്കിൽ $4000 ഒക്കെ മാത്രമാണ് ഏറ്റവും കൂടിയാൽ സമ്പാദിക്കാനായിട്ട് സാധിക്കുക. അതിൽ പകുതിയും നിങ്ങളുടെ വാടകയ്ക്ക് മാത്രം പോവുകയാണ്, മറ്റ് ചിലവുകൾ പറഞ്ഞില്ല. അതായത് നിങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടാകില്ല, അല്ലെങ്കിൽ വട്ടപൂജ്യത്തിൽ എപ്പോഴും നിൽക്കേണ്ട ഒരവസ്ഥ വരും. അതേസമയം അവിടെ ഒരു നേഴ്സൊക്കെ ആയിട്ട് പോകുന്നവർക്ക് ഒരു മാസം തന്നെ $7000 അല്ലെങ്കിൽ $10000 അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും അനുസരിച്ച് അവർക്ക് സുന്ദരമായിട്ട് ജീവിക്കാൻ സാധിക്കും. ഇനി അവർ കുറേ നാൾ കഴിഞ്ഞ് റെൻ്റ് ഒഴിവാക്കി എടുത്താൽ പൊങ്ങാത്തൊരു ലോണൊക്കെ എടുത്ത് വീട് വെച്ച് പെട്ടു പോകും പലരും. എങ്കിൽ പോലും ഇപ്പോൾ ഉദാഹരണത്തിന് ഭാര്യയും ഭർത്താവും നേഴ്സാണെങ്കിൽ പിന്നെ പറയാനും കൂടെ വേണ്ട, അവർക്ക് അടിപൊളിയായിട്ട് അവിടെ ജീവിക്കാൻ സാധിക്കും. എന്നാൽ അവരുടെയൊക്കെ ജീവിതം കണ്ടിട്ട് ഇവിടെ നിന്ന് ഒരു കാര്യവുമില്ലാത്ത കോഴ്സുകൾ പഠിക്കാനായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോവുക മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് പഠിച്ച് എന്തെങ്കിലും കാര്യമുള്ളൊരു കോഴ്സ്, ഏതെങ്കിലും പാരാമെഡിക്കൽ കോഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും IT പ്രൊഫഷനിലൊക്കെ ഉള്ള ഒരു കോഴ്സൊക്കെ പഠിച്ചിട്ട് അവിടെ ജോലിക്ക് വേണ്ടി ചെല്ലുക, ഒരു കുഴപ്പവുമില്ല. ആ തണുപ്പ് സഹിച്ച് നിന്നാൽ മാത്രം മതി. നേഴ്സുമാർക്കൊക്കെ ഏറ്റവും അധികം സാലറി ലോകത്ത് തന്നെ കിട്ടുന്നത് കാനഡയിലെ പല സ്റ്റേറ്റുകളിലുമാണ്. കാനഡയിൽ എന്തുകൊണ്ടാണ് ഇത്ര ഭയങ്കരമായിട്ട് ജീവിത ചെലവുകൾ കൂടുന്നത്, അല്ലെങ്കിൽ ഒരു ചെറിയ കുടിസ് മുറിക്ക് പോലും ഇത്രമാത്രം വാടക വരുന്നത് എന്തുകൊണ്ടാണ്? സ്ഥലക്കുറവ് കൊണ്ടാണ്. ഇത് കേൾക്കുമ്പോൾ ആന മണ്ടത്തരമായിട്ട് പലർക്കും തോന്നിയേക്കാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമാണ് കാനഡ എന്ന് പറയുന്നത്. ഇന്ത്യയെക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ള രാജ്യം. എന്നിട്ട് ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഏകദേശം 4 കോടി മാത്രമേ ഉള്ളൂ. 3,90,00,000 ഇപ്പോഴത്തെ ഒരു ജനസംഖ്യ. ഏതൊരു സിനിമയിൽ കേട്ടതാണ്, 2 കൺട്രീസ് ആണെന്ന് തോന്നുന്നു. ഇന്ത്യയെക്കാളും 6 ഇരട്ടി വലുപ്പമുള്ള കാനഡ എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയെക്കാളും 3 ഇരട്ടി വലുപ്പമാണ് കാനഡയ്ക്കുള്ളത്. ഈ രാജ്യങ്ങളുടെ വലുപ്പം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഗ്ലോബിൽ തന്നെ നോക്കണം. മാപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു പേപ്പറിലേക്ക് ആക്കുമ്പോൾ ഈ സൈസുകൾ മാറുന്നുണ്ട്. ഓരോ രാജ്യങ്ങളുടെയും ട്രൂ സൈസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ കുറേ വെബ്സൈറ്റുകളൊക്കെ ഉണ്ട്. അത് നോക്കിയാൽ മതി. ഉദാഹരണത്തിന് കാനഡയെ എടുത്ത് ഇന്ത്യയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ വലിപ്പം കുറയുന്നത് കാണാം. ഇതാണ് യഥാർത്ഥത്തിലുള്ള സൈസ്. അതുപോലെ ഇന്ത്യ എടുത്ത് കാനഡയുടെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ ഇന്ത്യയുടെ വലിപ്പം കൂടി വരുന്നത് കാണാം. അതായത് ഉരുണ്ടിരിക്കുന്ന ഭൂമിയുടെ മാപ്പ് ഒരു 2 ഡയമെൻഷനിലാക്കുമ്പോഴുള്ള വ്യത്യാസമാണിതെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അവിടെ സ്ഥലമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലമുണ്ടെങ്കിലും ജീവിക്കാൻ കൊള്ളാവുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. ആകെ കൊള്ളാവുന്ന കുറച്ച് സ്ഥലത്താണ് ആളുകളെല്ലാം കൂടി ഒതുങ്ങിക്കൂടി ജീവിക്കുന്നത്. അവിടുത്തെയും കാലാവസ്ഥ വല്ലാത്ത കഷ്ടം തന്നെയാണ്, അതൊന്നും പറയുന്നില്ല. കാനഡയിൽ ഏകദേശം 4 കോടിയോളം ആളുകൾ ജീവിക്കുമ്പോൾ അതിൽ ഏറ്റവും അധികം ആളുകൾ ജീവിക്കുന്നത് അവിടുത്തെ ഒൻറ്റാരിയോ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. 1.5 കോടിയിലധികം ആളുകൾ അവിടെയാണ് ജീവിക്കുന്നത്. ഒൻറ്റാരിയോയുടെ തന്നെ ക്യാപിറ്റലാണ് അവിടുത്തെ ഏറ്റവും വലിയ നഗരമായിട്ടുള്ള ടൊറന്റോ എന്ന് പറയുന്നത്. അതുപോലെ കാനഡയുടെ മുഴുവൻ ക്യാപിറ്റലായിട്ടുള്ള ഒട്ടാവ എന്ന് പറയുന്നതും ഈ ഒൻറ്റാരിയോ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ തന്നെയാണ്. കാനഡയിലെ 4 കോടിക്കടുത്ത ആളുകളിൽ പകുതി ആളുകളും ഈ ഒൻറ്റാരിയോയിൽ താമസിക്കുമ്പോൾ ഈ ഒൻറ്റാരിയോ മുഴുവനായിട്ട് കിടക്കുകയല്ല ആളുകൾ. അതിലെ തന്നെ ഈ ടൊറന്റോ പോലെയുള്ള നഗരങ്ങളിലാണ് ആളുകൾ മുഴുവൻ ഒതുങ്ങി ജീവിക്കുന്നത്. ടൊറന്റോയിൽ തന്നെ ഏകദേശം 70 ലക്ഷം ആളുകളാണ് ജീവിക്കുന്നത്. ടൊറന്റോ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം 600 കിലോമീറ്റർ സ്ക്വയർ ഏരിയയുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ ഒരു പകുതി വലിപ്പമൊക്കെ സങ്കല്പിക്കുക. ആലപ്പുഴ ജില്ലയിൽ ഒരു 25 ലക്ഷം ആളുകളാണ് ഇവിടെ ജീവിക്കുന്നതെങ്കിൽ ഏകദേശം അങ്ങനെ സങ്കല്പിക്കുകയാണെങ്കിൽ കേരളത്തിലുള്ള മുഴുവൻ ആളുകളും കൂടി ഈ ആലപ്പുഴയിൽ മാത്രമായിട്ട് നിന്നാൽ എങ്ങനെ ഉണ്ടാകും? അതിലും വലിയ പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ് ഈ ടൊറന്റോ പോലെയുള്ള നഗരങ്ങളിലൊക്കെ. അതായത് വലിയ രാജ്യമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉള്ളവരെല്ലാം വളരെ കുറച്ച് സ്ഥലത്താണ് ഇങ്ങനെ തിങ്ങി ജീവിക്കുന്നത്. കാനഡയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഈ പറയുന്ന സ്ഥലത്ത് മാത്രമേ ആളുകളുള്ളൂ. അവിടെയൊക്കെ ഒരുപാട് ആളുകളുണ്ട് എന്ന് കരുതരുത്. ഈ ചിത്രത്തിൽ കാണാം, ഈ ഒരു ലൈന് താഴേക്കുള്ള അമേരിക്കയിലേക്ക് കയറി നിൽക്കുന്ന ഒരു മുനമ്പ് പോലെയുള്ള ഭാഗത്താണ് കാനഡയിലുള്ള പകുതി ആളുകളും ജീവിക്കുന്നത്. ഇതാണ് കാനഡയുടെ ഭൂമിശാസ്ത്രം. അപ്പോൾ രസം എന്താണെന്ന് വെച്ചാൽ ഇത്രയും അധികം ആളുകൾ ജീവിക്കുന്ന ഈ ഒൻറ്റാരിയോയിൽ തന്നെയാണ് ഇന്ത്യക്കാരിൽ പകുതിയും ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ടൊറന്റോ എന്ന് പറയുന്ന GTA, ഗ്രേറ്റർ ടൊറന്റോ ഏരിയ, ആ ഭാഗങ്ങളിലൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ ജീവിക്കുന്ന, അവിടെ പോയി ജോലി ചെയ്യുന്ന, അവിടെ ചെന്ന് പഠിക്കുന്ന ആളുകൾ എത്ര ഭയങ്കരമായ ജീവിത ചെലവുകളായിരിക്കും നേരിടുക എന്ന് ചിന്തിച്ചു നോക്കുക. ഏകദേശം 20 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ ഇപ്പോൾ കാനഡയിലായിട്ടുണ്ട്. UK ഒക്കെ ആയിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കാണാം. അതായത് ഇന്ത്യക്ക് പുറത്തെ ഏറ്റവും അധികം ഇന്ത്യക്കാരുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ പണ്ട് കാനഡയിൽ ഒരു 13 ലക്ഷമൊക്കെ ആയിരുന്നത് വളരെ പെട്ടെന്ന് 20 ലക്ഷത്തിനടുത്താകാറായി. അതായത് UK എന്ന വൻമരം വീണതിന് ശേഷം കാനഡയിലേക്കാണ് എല്ലാവരും പോകുന്നത്.
അതായത് പണ്ട് ഈ വാഹനങ്ങളൊക്കെ അപൂർവമായിരുന്ന കാലത്ത് ഏതെങ്കിലും ഒരു കാർ കേരളത്തിലൂടെ ഓടിയാൽ അതിൻ്റെ പുറകെ കുറേ കുട്ടികൾ ഓടി ചെല്ലും. വേറൊരു കാർ എതിർവശത്തോടെ എങ്ങാനും വരികയാണെങ്കിൽ അത് വിട്ടിട്ട് ഇതിൻ്റെ പുറകെ പോകും. എന്ന് പറയുന്നത് പോലെ 80കളിലെ കേരളത്തിലെ പിള്ളേരുടെ ശൈലി തന്നെയാണ് ഇപ്പോഴത്തെ പിള്ളേർക്കുമുള്ളത്. UK തീർന്നു, ഉടനെ കാനഡയായി. ഇനി കാനഡയും തീരുമ്പോൾ ഓസ്ട്രേലിയയുടെ പുറകെ ആവും. ഇന്ത്യക്കാർ ഏറ്റവും അധികം ഉള്ളത് ഈ ഒണ്ടാരിയോയിലും അതുപോലെ ബ്രിട്ടീഷ് കൊളംബിയയിലുമാണ്. ബ്രിട്ടീഷ് കൊളംബിയയിലാണ് വാൻകൂവർ ഉള്ളത്. അവിടെയൊക്കെ കൂടുതലും പഞ്ചാബികളാണ് എന്ന് കാണാം. അതായത് ഇന്ത്യക്കാർ കാനഡയിലുള്ളതിൽ പകുതിയും പഞ്ചാബികളാണ്. ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ടുള്ള പഞ്ചാബിൽ റീൽസിലൊക്കെ കാണാം, അവിടെ ചെന്നിട്ട് കാനഡയ്ക്ക് പോകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാനാണ് പറയുന്നത്. എന്ന് പറയുന്ന പോലെയാണ് അവിടെ എല്ലായിടത്തു നിന്നും പഞ്ചാബിലെ ഓരോ വീടുകളിൽ നിന്നും കാനഡയ്ക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്ന് തുടങ്ങിയതല്ല, പഴയ കാലം മുതലേ. അവിടെ നിന്ന് ആളുകൾ കാനഡയ്ക്കും അല്ലെങ്കിൽ പലയിടത്തേക്കും ഒക്കെ പോകുന്ന വെച്ച് നോക്കിയാൽ കേരളമൊക്കെ വളരെ ഭേദമാണ്. റഷ്യ ഉക്രൈൻ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുൻപ് പോലും, അല്ലെങ്കിൽ ഒരു 2-3 വർഷങ്ങൾക്ക് മുൻപ് പോലും കാനഡയിലെ ശരാശരി ഒരു $2000 റെന്റ് നിന്നത് ഇപ്പോൾ $2500 ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് എല്ലാ ജീവിത ചെലവുകളും അവിടെ മാറിയിട്ടുള്ളത്. അത്രമാത്രം ജീവിത ചെലവ് കൂടി, അത്രമാത്രം റെന്റ് കൂടി. ഈ അവസ്ഥയിലും ആളുകൾ ഇതൊന്നും ചിന്തിക്കാതെ കാനഡയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തുകാർ തന്നെ ഈ ചെലവുകൾ താങ്ങാതെയും കാലാവസ്ഥ താങ്ങാതെയും ഒക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും പുറത്ത് കടന്നാൽ മതി എന്ന് കരുതി ലോകത്തിലെ തന്നെ ഏറ്റവും തണുപ്പുള്ള ഒരു രാജ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ 12 മാസത്തിൽ 8 മാസവും തണുത്ത് വരച്ചിരിക്കേണ്ട ഒരു അവസ്ഥയുള്ള രാജ്യത്തേക്ക് നമ്മൾ ഇങ്ങനെ വെപ്രാളം പൂണ്ട് പോവുകയാണ്. അവിടുത്തെ തണുപ്പ് ഒരാഴ്ച സഹിച്ചാൽ മതി, ഇന്ത്യയിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതൊന്നും കുഴപ്പമില്ലായിരുന്നു എന്ന് പലരും ചിന്തിക്കും. പക്ഷേ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരുപാട് ബാധ്യതകളും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് പോവുക. അവിടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു പോരാനായിട്ട് അങ്ങനെ സാധിക്കില്ല. ചിലർ ചോദിക്കാറുണ്ട് ഈ വിദേശത്ത് നിന്ന് കരയുന്നവരോട്, എന്നാൽ പിന്നെ തിരിച്ചു പോന്നാൽ പോരെ? ഇതങ്ങനെ എളുപ്പത്തിൽ കഴിയുന്നൊരു കാര്യമല്ല. അങ്ങോട്ട് പോകുന്നത് തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നീട് തിരിച്ചു വരിക എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ അംബാനിയുടെയോ ടാറ്റയുടെയോ ഒക്കെ വീട്ടുകാരാണെങ്കിലും ഓക്കെ, ഇതൊന്നും പ്രശ്നമല്ല. പക്ഷെ ആളുകൾ ലോൺ എടുത്തും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് പോകുമ്പോൾ ഇതെന്നാൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരാനായിട്ട് സാധിക്കില്ല. പിന്നെ ഈ ലോൺ ആരടയ്ക്കും? ആര് ഇതിനൊക്കെ എടുത്ത കടം വീട്ടും? അതൊക്കെ കൊണ്ടാണ് പിന്നീട് ആളുകൾ അവിടെ നിൽക്കുന്നതും അല്ലെങ്കിൽ പെട്ടുപോകുന്നതും. പിന്നെ കുറേ നാൾ പിടിച്ചു നിന്ന് കഴിയുമ്പോൾ അവിടെ ഫാമിലിയായി, അവിടെ കുട്ടികളായി, പിന്നെ കുട്ടികൾ ഇങ്ങ് പോരില്ല. ഇതൊക്കെയാണ് കാരണം. നമ്മൾ സ്വന്തം നാട്ടിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ കുറ്റവും കുറവും മാത്രമേ കാണുകയുള്ളൂ. അത് എത്രയൊക്കെ ചിന്തിച്ചാലും നമ്മൾ ആ കുറ്റങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. ഇവിടുത്തെ ഗുണം എന്ത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ വിദേശത്തേക്ക് പോവുക. അവിടെ ചെന്ന് കുറേ നാൾ ജീവിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗുണങ്ങൾ ഇതൊക്കെയായിരുന്നു എന്ന് അപ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ചിലർ പറയാറുണ്ട്, വിദേശത്തുള്ള ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീടിനപ്പുറം അല്ലെങ്കിൽ താമസിക്കുന്നതിനപ്പുറം അടിപൊളിയാണ്, പുറത്തിറങ്ങി നടക്കാനൊക്കെ കൊള്ളാം, അവിടെ സൗകര്യമുണ്ടാകും, കാര്യങ്ങളൊക്കെ നല്ല രീതിയിലായിരിക്കും കിടക്കുന്നത്. എന്നാൽ നിങ്ങൾ താമസിക്കുന്നിടത്ത് അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറിയാൽ കഥ മാറി. കാരണം വരുമാനം കുറവായ നിങ്ങൾ ഏതെങ്കിലും കുടിസുമുറിയിലായിരിക്കാം വാടകയ്ക്ക് താമസിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങുകയാണെങ്കിൽ തന്നെയുള്ള ചിലവുകൾ ഭയങ്കരമാണ്. അതേസമയം ഇന്ത്യ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണെന്ന്. വീട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ മോശമാണ്, എന്നാൽ വീടിനകത്ത് നിങ്ങൾക്ക് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ഇങ്ങനെ പറയാറുണ്ട്. ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് കരുതിയിട്ട് വേണം പുറത്ത് പോകാൻ എന്നൊക്കെ ചിലർ പറയുന്നത് കേൾക്കാം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വിടണമെന്ന് നമുക്ക് തോന്നുന്നത് തന്നെ അപ്പോഴാണല്ലോ. ഒന്ന് ട്രെയിനിൽ കയറി സഞ്ചരിച്ചാൽ മതി, അല്ലെങ്കിൽ വലിയ വൃത്തിമനയൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു നഗരത്തിൻ്റെ ഭാഗത്തേക്ക് പോയാൽ മതി. മൂക്ക് പൊത്താതെ നടക്കാൻ വയ്യ, അല്ലെങ്കിൽ എവിടെയും വേസ്റ്റുകൾ കിടക്കുന്നു. ഇതൊക്കെയാണല്ലോ ഇന്ത്യക്കാരെ ഇന്ത്യ മടുപ്പിക്കുന്നതിന് കാരണമാക്കുന്നത്. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ വിമർശനങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.